മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? ആരും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റൂം തുറന്ന് അകത്ത് കയറുമ്പോഴാണ് അത് ട്രിഗർ ആവണുള്ളൂ. അതുവരെ നകുലന്റെ നല്ല ഭാര്യയായിട്ട് ജീവിച്ച വ്യക്തിയാണ് ഗംഗ. അങ്ങനത്തെ കേസസിൽ ഒരു പക്ഷേ നമുക്ക് ആരും സഞ്ചരിക്കാത്ത വഴികൾ സഞ്ചരിക്കേണ്ടി വരും. സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും. എല്ലാവരുടെയും വിചാരം ഹിപ്നോസിസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോഴേക്കും ബോധം പോകുന്ന, അല്ലെങ്കിൽ ബോധം കെട്ടുകെടുക്കുമ്പോൾ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവമേ അല്ല ഹിപ്നോസിസ് എന്ന് പറയുന്നത്. എത്ര ദാരുണമായൊരു സാഹചര്യത്തിലായിരിക്കും അവർക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് നുണ പറയേണ്ടി വരുന്നത്. അതെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമല്ലല്ലോ. റിയൽ എനർജീസ് ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മള് നരേന്ദ്രമോദിനെ ട്രാൻസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എനർജി അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇരുന്ന് പുള്ളിക്കെതിരെ കൂടോത്രം ചെയ്താൽ മതിയല്ലോ. സെമിത്തേരിയുടെ സൈഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആള് നടന്നു പോകണം ടെസ്ല കാറിൽ മാപ്പിൽ കാണിക്കുന്നു പറഞ്ഞ പോലെ അത് എന്ത് കണ്ടിട്ടാണ് അവിടെ ആളെ കാണിക്കുന്നത് എന്നുള്ളത്. നമ്മള് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂന്ന്. അപ്പൊ ചുമരുണ്ടാവണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ചുമരിന് പ്രാധാന്യം കൊടുക്കണം. അല്ലാണ്ട് എന്നും ഡെയിലി അതിനെ ചുറ്റിക്കൊണ്ട് അടിച്ചുകൊണ്ടിരുന്നിട്ട് ചുമര് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ സിനിമ തിയേറ്ററിൽ പോണു, സ്മോക്കിങ്ങിന്റെ ആഡ് അവിടെ എപ്പോഴും വരുന്നുണ്ട്. എന്താ നമ്മുടെ റിയാക്ഷൻ? സ്മോക്കർ ഇതും കഴിഞ്ഞ് ഇന്റർവെൽ ആകുമ്പോൾ ചിലപ്പോൾ പുറത്തു പോയി 2 പുക എടുത്തു വന്നിട്ടാവും ബാക്കി സിനിമ കാണാൻ. അവരിത് കണ്ടതിന്റെ പേരിൽ നിർത്തണം എന്ന് വരണമെങ്കിൽ അവരുടെ ലൈഫിൽ അത് കാരണം കൊണ്ട് എന്തെങ്കിലും കോൺസിക്വൻസ് എക്സ്പീരിയൻസ് ചെയ്യണം. എന്ത് വേണ്ടാന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് വേണം എന്ന് ചിന്തിച്ചാൽ മതി. വാട്ട് ഡു യു വാണ്ട്?